Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Man killed. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം. മാൻ വാസ് കിൽഡ്. ഒരു പുരുഷൻ കൊല്ലപ്പെട്ടു. ആഫ്റ്റർ അതിനെ തുടർന്ന് അതിനുശേഷം. എലിഫൻറ്റ് റൺസ് എമോക്ക്. എമോക്ക് എന്നാൽ അർത്ഥം ഭ്രാന്തബുദ്ധിയോടെ, അനിയന്ത്രിതമായി, ഇതൊക്കെയാണ് അർത്ഥം. ബുദ്ധിശൂന്യമായി. റൺസ് എമോക്ക് ആന ബുദ്ധിശൂന്യമായിട്ട്, ആന മതമിളകിക്കൊണ്ട് ആന ഓടുന്നു. ഇൻ കേരള കേരളത്തിലാണ് സംഭവം. കേരളത്തിൽ ആന മതമിളകിക്കൊണ്ട് ഓടി. അതിനെ തുടർന്ന് ഒരു പുരുഷൻ കൊല്ലപ്പെട്ടു. ഇതാണ് തലക്കെട്ട്. തൃശ്ശൂർ കേരള കേരളത്തിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം. ഫെബ്രുവരി 4 എ മാൻ ലോസ്റ്റ്. ഒരു പുരുഷന് നഷ്ടപ്പെട്ടു ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. ആഫ്റ്റർ അതിനെ തുടർന്ന്. ബീയിങ് ഗോർഡ്. ഗോർ എന്നാൽ അർത്ഥം കുന്തം കൊണ്ടോ കൊമ്പുകൾ കൊണ്ടോ കുത്തുക എന്നുള്ള അർത്ഥമാണ്. മുറിവേൽപ്പിക്കുക, കുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ബൈ എൻ എലിഫൻറ്റ്. ഒരു ആനയാൽ ഇദ്ദേഹത്തിന് കുത്തേൽക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. ദാറ്റ് ആ എലിഫൻറ്റ്. റാനമോക്ക്. റാനമോക്ക് എന്നാൽ ഭ്രാന്തമായിക്കൊണ്ട്, മതമിളകിക്കൊണ്ട് ഓടി. റാൻ എന്നാൽ ഓടി. റാൻ എമോക്ക് ഭ്രാന്തമായിട്ട് എന്താണ് ആന മതമിളകിക്കൊണ്ട് ഓടി. അറ്റ് എലവല്ലി എന്ന പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ഇൻ ദിസ് ഡിസ്ട്രിക്റ്റ് തൃശ്ശൂർ ജില്ലയിൽ ഓൺ ട്യൂസ്ഡേ ചൊവ്വാഴ്ച ദിവസമാണ് സംഭവം. പോലീസ് ഹെഡ് ഹിയർ. പോലീസ് പറഞ്ഞു, അവിടെയുള്ള പോലീസ് പറഞ്ഞു, ഒരു പുരുഷന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. ആനയാൽ അദ്ദേഹത്തിന് കുത്തേറ്റു. ആന അദ്ദേഹത്തെ കുത്തിക്കൊന്നു. ആന മതമിളകിക്കൊണ്ട് ഓടി. അങ്ങനെ ആന അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തി. ദ ഡിസീസ്ഡ്. മരിച്ചുപോയ വ്യക്തി ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്. മരിച്ചുപോയ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. ആസ് ആനന്ദ് 38 വയസ്സുള്ള ആനന്ദ് എന്നാണ് പേര്. ഇദ്ദേഹമാണ് മരിച്ചത്. ഹു ഹാഡ് റിപ്പോർട്ടഡ്ലി കം ടു എ ടെമ്പിൾ ഫെസ്റ്റിവൽ. ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആണ് അദ്ദേഹം വന്നത്. ഫോർ ബിസിനസ് പർപ്പസസ്. കച്ചവടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ്. റിപ്പോർട്ട് പറയുന്നത് പ്രകാരം അങ്ങനെയാണ്. പത്രക്കാർക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതാണ് റിപ്പോർട്ടഡ്ലി എന്ന് നൽകിയിട്ടുള്ളത്. റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു. ദി ഇൻസിഡൻറ്റ്. ഈ സംഭവം ഒക്കേർഡ്. ഈ സംഭവം സംഭവിച്ചത്. വെൻ ആ സമയത്താണ്. ദി എലിഫൻറ്റ് വാസ് ബീയിങ് ബെയ്ത്ത്ഡ്. ദി എലിഫൻറ്റ് വാസ് ബീയിങ് ബെയ്ത്ത്ഡ് എന്നാൽ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം. ആ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം സംഭവിച്ചത്. അക്കോർഡിംഗ് ടു ദ പെവരട്ടി പോലീസ്. പെവരട്ടി പോലീസ് പറയുന്ന വിവരമനുസരിച്ച്, അത് പ്രകാരം ദി എലിഫൻറ്റ് ഈ ആന ബിക്കെയിം ആയിത്തീർന്നു അഗ്രസീവ്. അഗ്രസീവ് എന്നാൽ അക്രമ സ്വഭാവമുള്ള എന്നുള്ള അർത്ഥമാണ്. ഈ ആന അക്രമ സ്വഭാവമുള്ളവനായിത്തീർന്നു. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. ആൻഡ് അറ്റാക്ഡ്. അങ്ങനെ ആന ആക്രമിച്ചു ആനന്ദ്. ഈ മരിച്ചുപോയ വ്യക്തിയുടെ പേരാണ് ആനന്ദ്. ഈ ആനന്ദിന് ആന അക്രമാസക്തമായി തീർന്നു. അങ്ങനെ ആന ആക്രമിച്ചു. റിസൾട്ടിങ് ഇൻ സീരിയസ് ഇഞ്ചുറീസ്. ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കുകളേൽക്കുന്നു. അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിക്ക്. ആരാണ് വ്യക്തി? ദ മഹൗട്ട്. മഹൗട്ട് എന്നാൽ അർത്ഥം ആനക്കാരൻ എന്നാണ് അർത്ഥം. പാപ്പാൻ. ആനയുടെ പാപ്പാനായിട്ടുള്ള മറ്റൊരു വ്യക്തി. ഓഫ് ദി എലിഫൻറ്റ്. ആനയുടെ പാപ്പാനായിട്ടുള്ള വ്യക്തി. ഓൾസോ അദ്ദേഹത്തിനും സസ്റ്റെയിൻഡ് സീരിയസ് ഇഞ്ചുറീസ്. അദ്ദേഹത്തിനും ഗുരുതരമായിട്ട് പരിക്കുകളേറ്റു. ആൻഡ് വാസ് ബീയിങ് ട്രീറ്റഡ്. അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അറ്റ് ഹോസ്പിറ്റൽ ഹിയർ. അവർ പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണിത്. എന്താണ്? അദ്ദേഹം
അദ്ദേഹത്തിനും പാപ്പാനും ഗുരുതരമായിട്ട് പരിക്കുകളേറ്റു. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ദി എലിഫൻറ്റ്, ഈ ആന, വിച്ച്, അത്, വാസ് ബ്രോട്ട്, കൊണ്ടുവന്നതായിരുന്നു, ആ ആനയെ കൊണ്ടുവന്നതായിരുന്നു, ടു ദ ടെമ്പിൾ ഫെസ്റ്റിവൽ, ക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ആ ആനയെ. ആ ആന റാൻ, ഓടി, അൺകൺട്രോളബിൾ എന്നാൽ അനിയന്ത്രിതമായി എന്നുള്ള അർത്ഥമാണ്. അടക്കമില്ലാതെ, ആ ആന അടക്കമില്ലാതെ അനിയന്ത്രിതമായി കൊണ്ട് ഓടി. റാൻ അൺകൺട്രോളബിളി. എൻ്ററിങ്, പ്രവേശിക്കുന്നു, എ റെസിഡൻഷ്യൽ ഏരിയ. റെസിഡൻഷ്യൽ എന്ന ഏരിയ എന്നാൽ ആളുകൾ താമസിക്കുന്ന, ആൾവാസമുള്ള ഭാഗത്തേക്ക് ആ ആന അനിയന്ത്രിതമായി കൊണ്ട് ഓടി. ആ ആനയെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്നതായിരുന്നു. മെമ്പേഴ്സ് ഓഫ് ദി എലിഫൻറ്റ് സ്ക്വാഡ്, എലിഫൻറ്റ് സ്ക്വാഡിലെ അംഗങ്ങൾ. ആൻഡ് മഹൗട്ട്, ആനപ്പാപ്പാനും. മഹൗട്ട്സ് എന്നാൽ പാപ്പാന്മാർ, ആനകളെ മെരുക്കുന്ന ആളുകൾ. സ്ട്രഗിൾഡ്, ബുദ്ധിമുട്ടി, ടു റിസ്ട്രെയിൻ ദ അനിമൽ. റിസ്ട്രെയിൻ എന്നാൽ പിടിച്ചു നിർത്തുക എന്നുള്ള അർത്ഥമാണ്. ആ ആനയെ തടയാൻ വേണ്ടിയിട്ട്, പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എലിഫൻറ്റ് സ്ക്വാഡിലെ ആളുകളും അതുപോലെ പാപ്പാന്മാരും ശ്രമിച്ചു, കഷ്ടപ്പെട്ടു, പ്രയത്നിച്ചു. ദ പോലീസ് ആഡഡ്, പോലീസ് ചേർത്തു പറഞ്ഞു.